താണു അവന്മാരുടെല്ലാം വരാൻ പറയും. എല്ലാരും വരികടാ. എല്ലാവരും വരി. വർഗീസേ വരേ വാ. ഇന്നു മുതൽ ഈ ശേഖരൻകുട്ടിയെ ഞാൻ ഇവിടുത്തെ മാനേജറായി നിയമിച്ചിരിക്കുന്നു. ശേഖരൻകുട്ടി പറയുന്നത് കേട്ട് എല്ലാവരും നടന്നോളാം. അപ്പോ കൊച്ചുമുതലാളി ഇന്നു മുതൽ ഇവിടെ 2 മാനേജർമാരാണോ? 2 മാനേജർമാര്? അതാരാ? ഇപ്പോ സോമനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവനോ? അവനിവിടെ കൂലിപ്പണി ചെയ്യാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ. അത് നീതിയാണോ മുതലാളി? എടോ, ഇത് എന്റെ എസ്റ്റേറ്റ് ആണ്. ഇവിടെ ആര് മാനേജറായിരിക്കണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്നാലും കൊച്ചുമുതലാളി, ഈ താക്കോൽക്കൂട്ട് എന്നെ ഏൽപ്പിച്ച ആ വലിയ മനുഷ്യനില്ല. ഇതിൽ കള്ളത്താക്കോലുമില്ല. വെറുതെ ഇവിടെ ചുറ്റിനുമെന്ന് കൂലി വാങ്ങാമെന്ന് കരുതണ്ട. മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. മരിച്ചുപോയ എന്റെ അമ്മാവനെ പറ്റിച്ചതുപോലെ എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. അദ്ദേഹം മരിച്ചുപോയെങ്കിലും ആ ആത്മാവ് ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് കൊച്ചുമുതലാളി മറക്കരുത്. കൊച്ചുമുതലാളി, പദവിക്ക് വേണ്ടിയല്ല ഈ ജോലി ഞാൻ ഏറ്റെടുത്തത്. ഇവിടെ കൂലിപ്പണി ചെയ്യുന്നതിലും എനിക്ക് അഭിമാനക്കുറവില്ല. വരും വരും. ഇതൊന്നും സാരമില്ലെന്ന്, എല്ലാം ശരിയാവും. ഇവനൊക്കെ എനിക്ക് വെറും പുല്ല മുതലാളി. എനിക്കും. ശരി, താനെ കുട്ടിയല്ലേ? ഞാൻ കറങ്ങി നടക്കല്ല, ജോലികൾ ചെയ്യിക്കുക. താൻ ജോലി ചെയ്യിപ്പിക്കണ്ട, ചെയ്താ മതി. അല്ലെങ്കിൽ ഞാൻ ഷട്ടപ്പടിക്കും. സാറേ, ഞാനിവിടുത്തെ കങ്കാണിയാ. ഇവിടെ കങ്കാണിയും വേണ്ട, മുള്ളാണിയും വേണ്ട. മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാമെങ്കിൽ മാത്രം നിന്നാ മതി. കൊച്ചുമലയിൽ ഓടാം. കൊച്ചുമലയാളുടെ എല്ലാ കൊള്ളരായ്മയ്ക്കും കൂട്ടുനിന്നവനാണ് ഞാൻ. എനിക്കിത് തന്നെ വരണം. സാറേ, ഇവിടത്തെ എല്ലാമായിരുന്ന സോമന് കൂലിപ്പണി ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഇവന്റെയൊക്കെ നടത്ത കണ്ടില്ലേ? ഒന്ന് നടന്ന് പോടാ വേഗം. ജോലിക്ക് വരുന്ന ലക്ഷണം. ഗേറ്റ് തുറക്കണം. പ്രൗഢീസം കാണിക്കുന്നു. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ പോടാ വേഗം. കുഞ്ചു, സമയത്തിന് വരാത്ത ഒറ്റ എണ്ണത്തെ അകത്ത് കടത്തിയേക്കരുത്. കേട്ട് പൂട്ടിയേക്കും. ഒരു ഈച്ചയെ പോലും ഞാൻ ഇതിനകത്ത് കടത്തത്തില്ല സാർ. എടാ ശങ്കര, ഇവിടെ സമയം എത്രയെന്നറിയാമോ? എന്റെ പൊന്നു സാറേ, ഒരു 5 നിമിഷം താമസിച്ചു പോയി. എന്റെ ഒരേ ഒരു മകൻ വീണ് കാലടിഞ്ഞു. ആസ്പത്രിയിൽ പോയി വന്നപ്പോ ഇറങ്ങിപ്പോകാനും നിന്റെയൊക്കെ അമ്മായിപ്പന്റെ വകയാണോടാ തോട്ടം. കല്യാണ സദ്യക്ക് വരുന്നല്ലോ ഓരോരുത്തരും കയറി വരുന്നത്. ഇനി ഇങ്ങനെ സംഭവിക്കില്ല സാർ. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് പുലമ്പാതെ. കണ്ടവനൊക്കെ ഭരണം നടത്തി യാതൊരു ഡിസിപ്ലിനും ഇല്ലാതായി തീർന്നിരിക്കുക. ഉത്തരവാദ ബോധമില്ലാത്ത തെണ്ടികൾ. മാനേജർ സാർ, 10 രൂപ എനിക്ക് അധികപ്പറ്റ് വേണം. 10, 20 വാങ്ങിച്ചു. നീ ഒപ്പൊന്നും ഇടണ്ടാടി. വയ്ക്കൂ. ഇതിത്തിരി അധികപ്പറ്റ അവിടെ പിന്നെ ഇന്നലെ ജോലിക്ക് ഇറങ്ങിയിട്ടില്ല. എങ്കിൽ കൂലി കൊടുക്കുന്നില്ല. അയ്യോ സാറേ, വീട് പട്ടിണിയാ. സാർ ഇന്നലെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ ജോലിക്ക് ഇറങ്ങാഞ്ഞത്. എന്തു പറഞ്ഞാ നീ? ലേറ്റായിട്ട് വന്നതും പോരാ, ഞാൻ ജോലിക്ക് ഇറക്കിയിരുന്നോ? അയ്യോ, ഇവന് ശമ്പളം കൊടുക്കാൻ പാടില്ല. എന്താ കാര്യം? മാനേജർ സാറിനെ കടുവാന്ന് വിളിച്ചവനാ. ആണോടാ?
ശങ്കര, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഒപ്പിടും. റാസ്കൽ, എന്റെ മുമ്പിൽ ഇരുന്ന കാശെടുത്ത് കൊടുക്കാൻ നീ ആളായി അല്ലടാ? ഓടാ. അയ്യോ, കാല് പിടിക്കുന്ന എന്തിനാ സാറേ? കാര്യം പറഞ്ഞാ പോരെ? നിയമിച്ച ഭാരതരത്ന നീ ധൈര്യപ്പെട്ടു അല്ലേ? റാസ്കൽ, ചുട്ടുകളെ. ഞാൻ ഈ അലർച്ച കേട്ട് പേടിക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ആരായാലും ശരി, എന്നെ തല്ലിയ ഞാനും തല്ലും. അത്രക്കായോ? നിനക്കിന്ന് ഇവിടെ ജോലിയില്ല. അത്രയേ ഉള്ളൂ. ഞാൻ പൊക്കോളാം മുതലാളി. പക്ഷേ ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. സമ്മതിക്കില്ല. ഞാൻ പിരിച്ചുവിട്ടാ നീയൊക്കെ എന്തോ ചെയ്യും? ഞങ്ങളാരും ജോലിക്കറിയില്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടും ജോലി ചെയ്യിക്കും. ആ വിചാരം വേണ്ട. ഒരുപക്ഷെ ഞങ്ങളെ ജോലിക്കിറക്കാതിരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ പുറത്തുള്ള ഒറ്റ ആളെപ്പോലും ഇവിടെ കൊണ്ടൊന്ന് ജോലി ചെയ്യിക്കാൻ ജീവനുള്ള കാലം ഞങ്ങൾ സമ്മതിക്കില്ല. നീ എന്നെ വെല്ലുവിളിക്കാനോടാ? വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി തന്നെ. നമുക്ക് നോക്കിക്കളയാം. തൊഴിലാളികളെ തൊട്ടുകളിച്ചാൽ